So this is the part 2 of module 4. In this part, we'll see major stock exchanges in India and about stock market indices. So കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓൾറെഡി മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ച് പഠിച്ചു ആൻഡ് ദിസ് പാർട്ട് വിൽ സി മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിലില്ല, ബട്ട് സ്റ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ് മേജർ എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് അതിനെ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് അറിഞ്ഞാലേ, ഏതൊക്കെയാണ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇൻഡിസസ് പഠിക്കാൻ പറ്റുള്ളൂ. So one of the major stock exchange, major and older stock exchange in India is Bombay Stock Exchange. 1875 ദലാൽ സ്ട്രീറ്റ് മുംബൈയിലാണ് അത് ഫോം ചെയ്തത്. ഓൾഡർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. BSE ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര്. ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ് ഡെറിവേറ്റീവ്സ്. ഓപ്ഷൻ, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രേഡിംഗ് ഒക്കെ കാണാം. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. അതാണ് ഡെറിവേറ്റീവ്സ്. സോ BSEയുടെ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ BOLT എന്ന് പറയുന്നത്. BSE ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം മാർച്ച് 1995 അത് സെറ്റപ്പ് ചെയ്തു. പിന്നെ BSEക്ക് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഉണ്ട്, വിച്ച് ദേ സെറ്റപ്പ് ഇൻ ദ ഇയർ 1987. ആൻഡ് ദ ഇൻഡെക്സ് ഓഫ് BSE ഇസ് കോൾഡ് സെൻസെക്സ്. ഇനി നമുക്ക് BSEയുടെ മേജർ ഫീച്ചേഴ്സ് നോക്കാം. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഇന്ത്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSEയുടെ അതുപോലെ തന്നെ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് സെൻസെക്സ്. വിൽ സി അബൌട്ട് സെൻസെക്സ് ഇൻ അതർ സ്ലൈഡ്. ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, the stock exchange help in developing the capital market of India, and BSE provide depository services through CDSL. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ കണ്ടു, ഇന്ത്യയിലെ 2 ഡെപ്പോസിറ്ററി സർവീസസ് ആണ് NSCL ആൻഡ് CDSL. CDSL ആരാണ് ഓൺ ചെയ്യുന്നത്? BSE ആണ് ഓൺ ചെയ്യുന്നത്. സോ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ BSE. നമുക്ക് സ്റ്റോക്ക്, ഓപ്ഷൻസ് ഒക്കെ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ്. ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ വരുന്നതാണ്. അത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകണ്ട. ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക്. അത് BSEയിലും NSEയിലും ട്രേഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യാസ് ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSE ആണ് ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ബട്ട് ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ NSE ആണ്. ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് NSE ആണ്. സോ NSE 1994 ഇറ്റ് ബിഗാൻ ഇറ്റ് ഓപ്പറേഷൻസ്. BSE 1875 തന്നെ വന്നു, പക്ഷെ NSE 1994 വന്നത്. ആൻഡ് ദ മെയിൻ എയിം ഓഫ് NSE is to provide high reliable data services to market participants. NSEയുടെ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് നിഫ്റ്റി. സോ NSE മെയിൻലി ഹെൽപ്സ് ഇൻ ഹാവിംഗ് ഫാസ്റ്റ് ട്രാൻസാക്ഷൻസ്. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ആണ് കൺട്രിയിലെ. ഫാസ്റ്റ് സെറ്റിൽമെന്റ് സൈക്കിൾ, ട്രേഡ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. BSE പോലെ തന്നെ ഇക്വിറ്റി, ഡെറ്റ് കാര്യങ്ങളൊക്കെ NSEയിൽ നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. ഈക്വൽ ആക്സസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ് NSE യൂസ് ചെയ്യുന്നത്. ഇപ്പൊ NSEയും BSE ആണ് ഏറ്റവും വലിയ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ. കൂടാതെ ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ INX ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2017 ജനുവരിയിൽ ഗുജറാത്തിൽ വന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യ INX. കറന്റ്ലി ഡെറിവേറ്റീവ് പ്രോഡക്ട്സും ഇക്വിറ്റി കറൻസീസും ഒക്കെ മാത്രമാണ് അതിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അനദർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്, MCX. മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വിറ്റീസ് മാത്രമല്ല, ഒരുപാട് കമോഡിറ്റീസ്, നമുക്ക് റൈസ്, വീറ്റ്, ഒരുപാട് കമോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേറെയുണ്ട്. ഇത്രയും മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കും. Now we'll see stock market indices. Indices എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഫിഗർ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് മാർക്കറ്റ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. It acts as a barometer which shows the overall conditions of market.
ഇപ്പൊ നിഫ്റ്റി ഇടിഞ്ഞു, സെൻസെക്സ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത ഉള്ള ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള യൂട്യൂബിലെ വീഡിയോസ്, ഇൻസ്റ്റയിലെ പോസ്റ്റ് ഒക്കെ ജസ്റ്റ് നോക്കിയാൽ അറിയാം നിഫ്റ്റി ഇടിഞ്ഞു അല്ലെങ്കിൽ സെൻസെക്സ് ഇടിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇക്കോണമിയിൽ എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നോ ആ ചേഞ്ചസിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് കൂട്ടിയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാതും താഴേക്ക് വന്നു. അപ്പൊ അത് സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത് മാർക്കറ്റ് ഇൻഡിസസ് എന്ന് പറയുന്നത്. So basically, there are two kinds of indices. One is S&P, CNX, Nifty, NSE-യുടെയാണ്, ആൻഡ് സെൻസെക്സ്. സെൻസെക്സിൽ BSEയിലെ 30 കമ്പനീസിന്റെ ആവറേജ് ആണ്, ആൻഡ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ NSE-യുടെ 50 സ്റ്റോക്സിന്റെ ആവറേജ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ എടുക്കുന്നത്. സോ ഫസ്റ്റ് വിൽ സി വാട്ട് ഇസ് സെൻസെക്സ്. BSEയുടെ, ആസ് വി ഹാവ് ഡിസ്കസ് ഓൾറെഡി ഏർലിയർ, BSEയുടെ ഇൻഡിസസിനെ വിളിക്കുന്ന പേരാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 30 വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്, അതായത് 30 കമ്പനീസിന്റെ ആവറേജ് ആയിട്ട് എടുക്കുന്ന ഒരു എമൗണ്ട് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സ് 1986 ഫസ്റ്റ് വന്നത്, ആൻഡ് 2013 BSE, S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഡൗ ജോൺസും കൂടെ ഒരുമിച്ച് കൈകോർത്തിട്ട് BSE S&P ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് NSEയുടെ ഇൻഡെക്സ് ആണ് എന്ത് നിഫ്റ്റി എന്ന് പറയുന്നത്. 50 കമ്പനീസിന്റെ, BSEയിൽ 30 ആണെങ്കിൽ NSEയിൽ 50 കമ്പനീസിന്റെ 13 സെക്ടേഴ്സിന് 50 കമ്പനീസിനെ എടുത്തിട്ട് അതിന്റെ ആവറേജ് ഉള്ള ഒരു വാല്യൂ ആണ് നിഫ്റ്റി 50 ആയിട്ട് പറയുന്നത്. അതായത് 50 ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യുന്ന 50 സ്റ്റോക്സ് എടുത്തിട്ടാണ് നമ്മൾ നിഫ്റ്റി എന്നുള്ള ഒരു ഫിഗറിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ്. NSE indices is India's specialized company focused on index as a core product. അപ്പൊ NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി, BSEയുടെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. ദർ ആർ അതർ സെക്ടറൽ ഇൻഡിസസ് ടു, അതായത് ചില സെക്ടേഴ്സ്, ബാങ്കിങ് സെക്ടർ, IT സെക്ടർ, ഈ സെക്ടേഴ്സിന്റെ എല്ലാം പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻഡിസസ്? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ടറിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആസ് എ ഹോൾ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇൻഡിസസ്. ഇപ്പൊ സെക്ടോറൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ചില സെക്ടേഴ്സിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ബാങ്ക് നിഫ്റ്റി. ബാങ്കിങ് സ്റ്റോക്സിന്റെ SBI വരും, ICICI, ആക്സിസ് ബാങ്ക്, ഇതിന്റെ എല്ലാം ബാങ്കിങ് സ്റ്റോക്സിന്റെ എല്ലാം പെർഫോമൻസ്. ചിലപ്പോൾ ഇക്കോണമി പൊതുവെ ഡൗൺ ട്രെൻഡ് ആണെങ്കിലും ഇപ്പൊ കോവിഡ് സമയത്ത് എല്ലാ സെക്ടേഴ്സും താഴേക്ക് വന്നു, പക്ഷേ ഫാർമ സെക്ടർ മാത്രം എന്തായി, മുകളിലേക്ക് വന്നു. ഫാർമ സെക്ടർ കാരണം എന്താ, എല്ലാവർക്കും മെഡിസിൻസ് വേണം. അപ്പൊ സിപ്ല, സൺ ഫാർമ, അങ്ങനത്തെ കമ്പനീസ് എല്ലാം അതിന്റെ എല്ലാം പ്രോഫിറ്റും കൂടി, അതിന്റെ എല്ലാം വാല്യൂവും കൂടി. അപ്പൊ ഫാർമ സെക്ടർ ഹോൾഡ് എടുക്കുമ്പോൾ അതിന്റെ ഇൻഡിസസ് കൂടി. പിന്നെ അതുപോലെ തന്നെ അടുത്ത സെക്ടറാണ് ഓട്ടോ സെക്ടർ. ഓട്ടോമൊബൈൽ, കാർസ് ഉണ്ട്, മാരുതി, പിന്നെ ബാക്കിയൊക്കെ കാർ പ്രോഡക്ട്സിന്റെ ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ കാർ പ്രോഡക്ട്സിന്റെ ട്രാക്ക് ചെയ്യുന്നതാണ് ഓട്ടോ സെക്ടർ. FMCG മീൻസ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. നമുക്ക് കൺസ്യൂമർ ഗുഡ്സ്, പേസ്റ്റ്, പിന്നെ പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, സോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണ് FMCG കമ്പനീസ് എന്ന് പറയുന്നത്. കഴിക്കാനുള്ള ഭക്ഷണം, ബ്രിട്ടാനിയ, അതുപോലെ എന്താ പറയാ, ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സെക്ടേഴ്സ് എല്ലാം കൂടിയാണ് FMCG വരുന്നത്. ദെൻ IT സെക്ടർ, നിഫ്റ്റി IT എന്ന് പറഞ്ഞാൽ IT, വിപ്രോ, പിന്നെ ഇൻഫോസിസ്, TCS, അതിന്റെയൊക്കെ ഒരു മൈൻഡ്ട്രീ, അതിന്റെ എല്ലാം ആവറേജ് എടുത്തിട്ടാണ് നിഫ്റ്റി IT നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസ്. ഇപ്പം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസ് ജസ്റ്റ് ഒന്ന് നമുക്ക് we'll see what is the stock market indices of today. Today is April 8. NSE Nifty. ഇന്ന് നിഫ്റ്റിയുടെ വാല്യൂ 22,535. ഇന്ന് കുറച്ച് നിഫ്റ്റി കൂടി, കണ്ട കുറച്ച് നിഫ്റ്റി കൂടി. 3 മണിക്ക് ഇത്രയായിരുന്നു, 3:30 ഇത്രയായി, 1 മണിക്ക് ഇത്രയായിരുന്നു, 11 മണിക്ക് ഇത്രയായിരുന്നു വാല്യൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ സെക്കൻഡിലും വാല്യൂ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ നിഫ്റ്റി എന്താണ്, NSEയിലെ 50 കമ്പനീസിന്റെ ഒരു വാല്യൂ ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്.
അതുപോലെ നമുക്ക് ഇന്നത്തെ സെൻസെക്സ് ഒന്ന് നോക്കാം. സെൻസെക്സ് വാല്യൂ പിന്നെ നിഫ്റ്റി കൂടുകയാണ് ചെയ്തത്. ഇന്ന് ഇതേപോലെ സെൻസെക്സിലും ചെറിയൊരു കൂടൽ നമുക്ക് കാണുന്നുണ്ട്. സെൻസെക്സ് ഒക്കെ നിഫ്റ്റി കൂടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നല്ല പാർട്ട് ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ എന്തെങ്കിലും നല്ല അനൗൺസ്മെന്റ്സ് വരുമ്പോഴാണ് പൊതുവെ കൂടുന്നത്. 74,227 ആയി ഇന്നത്തെ വാല്യൂ. ഓരോ സെക്കൻഡിലും ഇതാ വാല്യൂ കണ്ടോ, 3:30 ഇത്രയായിരുന്നു വാല്യൂ. നേരെ മറിച്ച് 3 മണിക്ക് അതിന്റെ വാല്യൂ വാസ് 74,370, കുറച്ചുകൂടെ കൂടുതലായിരുന്നു. നേരെ മറിച്ച് നമ്മൾ ഒരു 1:30 നോക്കിയപ്പോൾ അതിന്റെ വാല്യൂ 74,832 ആയിരുന്നു. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഇത്രയാണ് വാല്യൂ. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് 74,402 ആണ് ഓപ്പൺ ചെയ്ത സമയത്ത് വാല്യൂ ഉണ്ടായിരുന്നു. 9:15 ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുന്നത് 3:30 PM സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, BSE ആണെങ്കിലും NSE ആണെങ്കിലും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഇങ്ങനത്തെ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, സോ ദാറ്റ് യു ഹാവ് പ്രാക്ടിക്കൽ നോളജ് ഓൺ ഇറ്റ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ്.